എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കറിയാണ്. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ നല്ല വൃത്തിയാക്കി ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പുപൊടി, ഇതെല്ലാം ഇട്ട് തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ വെട്ടി തിളച്ച വെള്ളമാണ്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കണം. മിനിറ്റ് നേരം വെക്കണ ഇതിലുള്ള അഴുക്കുകളും വല്ല പുഴുക്കളുണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മുക്കി വെച്ച് ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് വേണം ബാക്കി തയ്യാറാക്കാൻ. തേങ്ങ വറുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് പെരിഞ്ജീരകം, 1/4 ടീസ്പൂണ് നല്ല ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, ചെറിയ വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് വലിയൊരു മുറി തേങ്ങ ഉണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ ഒക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, 2.5 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല. ഇത്രയും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സവാള വാട്ടിയെടുക്കണം. അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സവാള അരിഞ്ഞ് വെച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 5 പച്ചമുളക് കീറി വെച്ചത്. നമ്മൾ സവാളയും പച്ചമുളകും ഒക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1 വലിയ തക്കാളി. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ്, അത് കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിക്കുക. നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, തുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ അതിലൊക്കെ ഓരോ സ്പൂൺ വെച്ച് പൊടികൾ ഇട്ടതാണ്, അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് പൊടി ഇട്ടാൽ മതി. നമുക്കിത് നല്ലപോലെ വാടിയിട്ട് കോളിഫ്ലവർ ഇട്ടു. ഇതിലേക്ക് നമ്മൾ കോളിഫ്ലവറിന് ഇട്ട് കൊടുക്കാം. അതുപോലെ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ് 10 മിനിറ്റ്. നമുക്ക് അരപ്പിനെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് തേങ്ങ വറുത്ത് അരച്ച് വെച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ജാറ് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരപ്പൊക്കെ അതുപോലെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മളിതിൽ പുളിയൊന്നും ചേർക്കില്ല, തക്കാളിയുടെ പുളിയാണ് ഉള്ളൂ. അതാണ് വലിയൊരു തക്കാളി എടുക്കാൻ പറ്റുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരം നല്ലപോലെ തിളച്ച് വെന്ത് വരും. അപ്പം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. നല്ല ബീഫ് കറി വെച്ച പോലെ ഉണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും കോളിഫ്ലവർ ഒന്ന് കറി വെച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.